പ്രാപ്തേ ഷോഡശവർഷേതു പുത്രം മിത്രവത് ആചരേത്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, വേദത്തിലുള്ളതാണ്. 16 വയസ്സ് കഴിഞ്ഞാൽ പുത്രനെ അഥവാ പുത്രിയെന്നും കണക്ക് കൂട്ടാം. മിത്രത്തെ പോലെ കണക്കാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞു. പിന്നെ അവരെ പണ്ടൊക്കെ മനകളിലൊക്കെ നമ്പൂതിരിമാർ സ്വന്തം മക്കളെ താങ്കൾ എന്നൊക്കെ വിളിക്കും. എടാ പോടാന്ന് പോലും വിളിക്കില്ല. 16 വയസ്സ് കഴിഞ്ഞ് അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. സ്വന്തം നിലപാടുകളിലൂടെയാണ് സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ 18 വയസ്സ് നമുക്കെല്ലാവർക്കും അറിയാം. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വോട്ടവകാശമായി കഴിഞ്ഞല്ലോ. ഈ രാജ്യം ഭരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുന്നത് 18 വയസ്സുകാരാണ്. രാജ്യം ഭരിക്കാനുള്ള അവകാശം പോലും അവർക്കുണ്ട്. MLA 25 വയസ്സായി MLA ആകാം, MP ആകാം, പ്രൈം മിനിസ്റ്റർ ആകാം. പ്രൈം മിനിസ്റ്റർ ആകാൻ പ്രധാനമന്ത്രി അവൻ 25 വയസ്സുണ്ടായാൽ മതി. മേയർ, നമ്മളിപ്പോൾ ഭരിച്ചിരുന്ന മേയർമാരുണ്ട്, 2 മേയർമാർ, ചെറു കുട്ടികൾ 21 വയസ്സാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ കെട്ടിപ്പൊതിഞ്ഞ് ഒരു മൂലയിൽ വെക്കേണ്ടതില്ല. അങ്ങനെ വെക്കേണ്ടതൊരു സാധനമല്ല. പണ്ടൊരു ചൊല്ലുണ്ട്, പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അതിന് വിവിധങ്ങളായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ പ്രത്യക്ഷാർത്ഥം ഇന്നിപ്പോൾ കാലത്തിനനുസരിച്ച് പല വ്യാഖ്യാനങ്ങൾ നൽകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ടങ്ങനെയല്ല. പണ്ട് കുമാരിയായിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ കൗമാരപ്രായം അത് അച്ഛനാണ് രക്ഷിക്കേണ്ടത്. അച്ഛനും അമ്മയെന്ന് പറയാം. പിതാ രക്ഷതി കൗമാരെ. അത് കഴിഞ്ഞാലോ ഉടനെ തന്നെ വിവാഹമാണ്. കൗമാരം കഴിഞ്ഞ ഉടനെ തന്നെ വിവാഹമാണ്, യൗവനമാണ്, ഭർത്താ രക്ഷതി. പിന്നെ ഭർത്താവിൻ്റെ കീഴിലാണ് നടക്കേണ്ടത്. വയസ്സായി കഴിഞ്ഞാലോ മക്കളുടെ കീഴിലാണ്. ഇപ്പോഴൊക്കെ പണ്ടൊക്കെ എഴുതുന്നുണ്ട്, മറ്റേ എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തള്ള അവിടെ മിണ്ടാണ്ടിരിക്കണ്ടോ എന്ന് വരെ മക്കൾ പറയും. അപ്പോൾ പുത്രോ രക്ഷതി വാർദ്ധക്യേ. അവസാനത്തെ വരിയാണ് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ, കോഴിക്കോടോ മറ്റൊരു പെൺകുട്ടി, മഞ്ചേരിയിലോ മറ്റോടെന്ന് തോന്നുന്നുണ്ട്, ഒരു പെൺകുട്ടി എവറസ്റ്റ് കൊടുമുടി കയറാൻ പോയി. എവറസ്റ്റ് കൊടുമുടി കയറി തിരിച്ചു വന്നു. അവിടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ദുബായിലുള്ള വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ദുബായിലുള്ള ഒരു പെൺകുട്ടി ശൂന്യാകാശത്തിൽ പോയി തിരിച്ചു വന്നു. നമ്മളൊക്കെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും ഝാൻസി റാണിയെക്കുറിച്ചും ഗോൾഡാമേറെക്കുറിച്ചും സിരിമാവോ ഭണ്ഡാരനായെക്കുറിച്ചൊക്കെ വലിയ രൂപത്തിൽ അവൾ പുകഴ്ത്താറുണ്ട്. പക്ഷെ ഇന്നും ചില അല്പന്മാരായിട്ടുള്ള കോമാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ത്രീ ഒരു മുടക്കച്ചരക്കാണ്. അവർക്ക് ഒരു മുടക്കച്ചരക്കായിട്ട് അവർ അടുക്കളയിൽ തന്നെ ഇരിക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ MRB, നമ്മുടെ സിനിമാ നടനൊക്കെ ആയിരുന്ന പ്രേംജി, അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാട് എന്ന മഹാൻ, മുല്ലനേഴി നീലകണ്ഠൻ, EMS നമ്പൂതിരിപ്പാടൊക്കെയും കൂടിയിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊരു ഒരു നാടകം തന്നെ ഉണ്ടാക്കിയവർ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്നു സ്ത്രീകളെ. അന്നൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അരോചകം തോന്നും. അന്നൊരാളെന്നോട് പറഞ്ഞത് അവർ വിധവകളായി കഴിഞ്ഞാൽ പകുതി മരിച്ചവരായി കഴിയും എന്നാണ്. അങ്ങനെ കഴിയണം. പിന്നെ അവർ അശ്രീകരങ്ങളാണത്രേ. അവരൊരു കല്യാണത്തിന് പോകാൻ പാടില്ല, വീണ്ടും പുറത്തു പോകാൻ പാടില്ല, നല്ല ആഹാരം കൂടുതൽ കഴിക്കാൻ പാടില്ല,
വർണ്ണ വെള്ള തുണിയല്ലാണ്ട് വേറെ ഒന്നും ഉടുക്കാൻ പാടില്ല. തലമുടി ഈരി മിനുക്കി അത് പാടില്ല. എല്ലാ റെസ്ട്രിക്ഷൻസാണ്. മാത്രമല്ല അവിടെ നെയ്യും പഞ്ചസാരയും ശർക്കരയും സൂക്ഷിച്ചിരുന്ന മുറിയിൽ അവരൊക്കെ എടുത്തുക അത്രേ. അപ്പോൾ അവർക്ക് രാത്രി ഉറക്കം പറ്റില്ല, കൊതുകടിയും അല്ല മറ്റേ ഉറുമ്പുകടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് 60 വയസ്സ് വരെ ജീവിക്കേണ്ട സ്ത്രീ 30 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഒരു കൊല്ലാക്കൊലയാണത്, ഒരു സതി ആചരണമാണത് അന്ന്. അത് കഴിഞ്ഞ് അവിടെ വലിയൊരു നവോത്ഥാനം ഉണ്ടായി. നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട കുട്ടികൾ അവരൊക്കെ ലോകത്തിലേക്ക് പടർന്ന് കയറി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ലളിതാംബി അന്തർജനം, അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയാൻ. പക്ഷെ ഇന്നും ആ കാലഘട്ടത്തിലെ ആളുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് എന്താ പറയേണ്ടത്? കോമാളികൾ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവരിന്നും അടുക്കളയിൽ, ഇന്നിപ്പോൾ കരി പിടിക്കുന്നൊരു പരിപാടിയില്ല. പണ്ട് അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ കരി പിടിച്ച് അടുക്കളയിൽ കയറി പുറത്ത് വരുമ്പോൾ എങ്ങനെയായാലും ഒന്നിലെ മുഖത്ത് ഇവിടെ എവിടെയോ കയ്യുമ്പോൾ എവിടെയെങ്കിലും കരി പിടിച്ചിട്ടുണ്ടാവും. അടുക്കള അവിടെ മുഴുവൻ ഈ പുക വന്ന് മേലെയും താഴെയൊക്കെ കരിയാണ്. ആ കരി പിടിച്ച് കരിഞ്ഞ് ഉണങ്ങി തീരേണ്ടവളാണ് സ്ത്രീ. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം. അവിടെ പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്, 21ാമത്തെ വയസ്സിലാണ് തിരുവനന്തപുരം മേയറുണ്ടായത്. 5 വർഷം ഭരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പാലയിലൊരു പെൺകുട്ടി, ആ കുട്ടി മേയറായി. ആ കുട്ടി രാഷ്ട്രീയത്തിൽ കിടന്നു, ആ കുട്ടി മേയറായി. പക്ഷെ ഇവിടെ ഇപ്പോഴും പെൺകുട്ടികളിപ്പോൾ ആത്തോന്മാരായിട്ട്, അകത്തുള്ളവരായിട്ട്, അകത്തമ്മമാരായിട്ട്, ഒപ്പം പ്രസവ യന്ത്രങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. ഈ അമ്മൂമ്മ സിസ്റ്റമുണ്ട്. അമ്മൂമ്മ പെൺമക്കളെ നോക്കുന്ന അമ്മയല്ല, അമ്മൂമ്മയായിരിക്കും. ഭയങ്കര അപകടകാരികളാണ്. എല്ലാ അമ്മൂമ്മമാരും പണ്ട് ലേഡി ഹിറ്റ്ലർമാരൊക്കെയാണ് അന്ന്. പെൺകുട്ടികളുടെ ഓരോ ചലനവും എന്തിനേറെ അവർക്കൊരു ഒരു 9 വയസ്സ് 10 വയസ്സാകുമ്പോഴേയും പറയും വലിയ കുട്ടിയായി. അല്ലെ, ആദ്യമായിട്ട് അവരുടെ രജസ്വലയാകുമ്പോൾ വലിയ കുട്ടിയായി, ഇനി പുറത്തൊന്നും പോയിട്ട് കളിക്കൊന്നും വേണ്ട, ആൺകുട്ടികളോടൊപ്പം ഇരിക്കണ്ട എന്ന രീതിയിൽ അന്നേ തുടങ്ങുകയാണ് അവിടെ. നീ ഇപ്പോൾ വലിയ കുട്ടിയായി, ഞാനെന്താ വലിയ കുട്ടിയായി എന്ന് ആ കുട്ടിക്ക് അറിയുന്നില്ല. തലേ ദിവസം വരെ ആ കുട്ടി ഓടിച്ചാടി കടിച്ചു നടന്നവളാ. പിറ്റേ ദിവസം അവൾ വലിയ കുട്ടിയായിരുന്നു. അവൾ പോയിട്ട് അവിടെ കണ്ണാടിയിൽ നോക്കും, ഞാൻ എങ്ങനെയാണ് വലിയ കുട്ടിയായി. ഇതൊക്കെയാണ് സ്ഥിതി ചെയ്തത്. അപ്പം അന്നേ തളച്ചിടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പിന്നെ ജീവിതം മുഴുവൻ തളച്ചിടുന്നു. ഈ താലി എന്ന ചങ്ങലയാണ് വാസ്തവത്തിൽ എല്ലാവരും വലിയൊരു അന്തസ്സായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. താലി അതൊരു ചങ്ങലയാണ് വാസ്തവത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ചങ്ങലയാണ് താലികെട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കാണുന്നില്ല കേട്ടോ. ക്രിസ്ത്യാനികളാണെങ്കിൽ കൃത്യമായിട്ട് പറയും, മോള് അവളെ കെട്ടിച്ച് അയച്ചു, കയ്യും കാലും കൂട്ടിക്കെട്ടി ഒരാളുടെ തലയിൽ വെച്ച് കൊടുത്തു, കഴിഞ്ഞു. അവളുടെ ജീവിതം അവിടെ കഴിഞ്ഞു. കെട്ടിച്ചയക്കും, അതവിടെ തീർന്നു. സീമന്തരേഖയിൽ സിന്ദൂരം അത് പറയുന്ന സമയത്ത് എതിരഭിപ്രായം ഉണ്ടാവും. ഒരു തമാശക്കാരൻ പറഞ്ഞതാണ്, സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനി എന്നെ നോക്കണ്ട. അത് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വിവാഹിതയാണ്, അത് പ്രഖ്യാപിക്കുകയാണ്. ആണുങ്ങൾക്കും വേണ്ടേ സീമന്തരേഖയിൽ ഒരു സിന്ദൂരം? അതൊരു വലിയൊരു ചോദ്യമാണ് അവിടെ നിൽക്കട്ടെ. ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ ദുബായിൽ പോയ സമയത്ത് അബുദാബിയിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുകയാണ്, വലിയ മെഡിക്കൽ ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നു, തട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല, ഒരു പെൺകുട്ടി വന്നു, മുസ്ലിം പെൺകുട്ടിയാണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത്, അപ്പോൾ ഇവർ വന്ന ഉടനെ എൻ്റെ മുഖത്ത് ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണാവോ? ഞാനും ഇവിടേക്കുള്ള ആളൊക്കെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എല്ലാത്തിനും ഒരു രസകരമായിട്ടുള്ള മറുപടി ആ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു, സ്വാമിക്ക് ആളെ മനസ്സിലായോ? അവിടുത്തെ വലിയൊരു മലയാളി കോടീശ്വരൻ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, റഫീഖ് എന്ന് വെക്കാം, റഫീഖ് സാഹിബിൻ്റെ മോളാ എന്ന് പറഞ്ഞു. ഒട്ടകം തന്നെ ആ കുട്ടി പറഞ്ഞു, ഞാൻ റഫീഖ് സാഹിബിൻ്റെ മോളൊന്നുമല്ല, എൻ്റെ വാപ്പയാണ് റഫീഖ് സാഹിബ്, അത്രയേ ഉള്ളൂ എന്ന്. ഒരു ഐഡൻറ്റിറ്റി ക്രൈസ്, അവരൊരു സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എൻ്റെ വാപ്പയാണ് അദ്ദേഹത്തിൻ്റെ മകളല്ല ഞാൻ. ഒരു കാര്യം കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വേണം പഠിക്കാൻ എന്നർത്ഥം. അതല്ലെങ്കിൽ ആ
തളച്ചിടൽ അതൊരു രസകരമായിട്ടുള്ള പദ്ധതിയായിട്ട് കൊണ്ടു നടക്കും. പണ്ടത്തെ അടിമകളുടെ പോലെ അവരുടെ കാൽച്ചങ്ങലകൾ അവർക്ക് അലങ്കാരമായിരുന്നു. ആ കാൽച്ചങ്ങലകൾ പഴകുന്ന സമയത്ത് അവരുടെ യജമാനോട് പറയും, ചങ്ങല പഴകി തുടങ്ങിയിട്ട് വന്നു. അതവർ അലങ്കാരമാക്കി മാറ്റിക്കഴിഞ്ഞു. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അടിമയായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉടമയാവാനുള്ള മോഹം ഉണ്ടാവില്ല. നല്ല അടിമയാകണം. ആ അടിമയെ, ഇവൻ്റെ കൂട്ടുകാരൻ അടിമയെ കുറ്റം ചെയ്താൽ 10 അടി കൊടുക്കും ഉടമയെങ്കിൽ, എനിക്ക് 5 അടിയേ തരുള്ളൂ. എത്ര നല്ല ഉടമയാണ് അറിയാമോ എന്ന് പറയുന്ന രീതിയിൽ അതും ചങ്ങല പോലൊരു അലങ്കാരമായിട്ടിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ പെൺകുട്ടികളും അതുപോലെയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിസ്മയയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വിസ്മയ, ഇന്നിപ്പോൾ വിസ്മയ മോഹൻലാൽ. ആരാ വിസ്മയ? വിസ്മയ മോഹൻലാൽ. മോഹൻലാലിൻ്റെ മകളെന്ന് പറയേണ്ട ആവശ്യമില്ല. വിസ്മയ എന്നുള്ള പേര് തന്നെ അപൂർവം കുറച്ച് ആൾക്കാർക്കല്ലേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആദ്യം വരിക ഏതാണ്? രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. അതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പുറത്തെ വീട്ടിലെ പ്രിയങ്കയല്ല മനസ്സിലേക്ക് വരിക. അതുപോലെ വിസ്മയ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യം മനസ്സിലേക്ക് വരിക വിസ്മയെ തന്നെയാണ്. അവളിപ്പോൾ ഒരു സിനിമയിലെ നായികയാണ്. എന്തൊരു സിനിമയിലെ നായിക നടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വിശേഷണം അത് ചേർക്കേണ്ട ആവശ്യം, നോ സഫിക്സ് നോ പ്രിഫിക്സ്. അല്ലാതെ തന്നെ വിസ്മയ എല്ലാവരും അറിയും. ആ സിനിമയിൽ ആരാ അഭിനയിക്കുന്നത്? വിസ്മയ. ആരാ വിസ്മയ എന്ന് ചോദിക്കില്ല എന്ന് സാരം. ഇപ്പോൾ പണ്ടൊക്കെ ഒരു സ്ത്രീ പോകുമ്പോൾ പറയും, ആ സ്ത്രീ ഉണ്ടല്ലോ വിധവയാ, ഭർത്താവ് മരിച്ചു അത്രേ. അപ്പം അത് അറിയില്ല. വിധവ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും ഇപ്പം പ്രസക്തിയില്ലാത്ത ഒന്നായി തീർന്നു. അറിയില്ല, വാസ്തവത്തിൽ ആൾക്കാർക്ക് അറിയില്ല. ജുഗുപ്സ എന്നാണ് ആൾക്കാർക്ക് അറിയും. ആവശ്യമില്ലാത്ത വാക്കുകളായി മാറിക്കഴിഞ്ഞു അതൊക്കെ. വിധവയുടേതായിട്ടുള്ള ആചരണങ്ങൾ, മുടി മാടി കെട്ടാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, വീടിൻ്റെ അകത്തുനിന്ന് പൂമത്തേക്ക് വരാൻ പാടില്ല. നമ്പൂരി സമുദായത്തിലൊക്കെ ഭീകരമായിരുന്നു കാര്യങ്ങൾ. അവരെ കുഞ്ഞാത്തൽ, വല്യാത്തൽ എന്നാണ് വിളിക്കുക. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ളൊരു നമ്പൂതിരി സ്ത്രീ, ഒരു കണ്ണൂരുകാരിയാണ്. ഒരു ഭർത്താവിനെ പറഞ്ഞപ്പോൾ, എന്താ കുഞ്ഞാത്തളേ എന്ന് ചോദിച്ചു. എന്താ കുഞ്ഞാത്തളേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറയുക, സ്വാമി പണ്ടത്തെ നമ്പൂതിരിമാരെ അങ്ങനെ വിളിക്കുക. ആത്തോലെന്ന് പറഞ്ഞാൽ അകത്തുള്ളവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ചെറിയ അനിയത്തിക്കുട്ടിയാണെങ്കിൽ കുഞ്ഞാത്തൾ, ചേച്ചിയാണെങ്കിൽ വല്യാത്തൾ. ആത്തോല് എന്ന് പറഞ്ഞാൽ അകത്തുള്ളവൾ. അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. പണ്ട് അകത്ത് തന്നെ കഴിഞ്ഞുകൂടി സൂര്യൻ്റെ വെളിച്ചടിക്കാതെ അവർ കണ്ണൊക്കെ ഇതിങ്ങനെയായിരിക്കും, കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാർ നോക്കുക. നമ്മളൊരു ചീച്ച കണ്ണെന്നൊക്കെയും പറയും. മറക്കുടയില്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മറക്കുട വേണം. അങ്ങനെയൊക്കെയായിരുന്നു. വഴിക്കൂടെ ഒരു പെണ്ണ് പോകുമ്പോൾ 2ാം കെട്ടുകാരിയാണ്. ഇന്നിപ്പോൾ അതുമില്ല, 2ാം കെട്ടുകാരി. ദാറ്റ് മീൻസ് നമ്മൾ യൂസ്ഡ് കാർ എന്ന് പറയില്ലേ, അതുപോലെ യൂസ്ഡ് അതുമില്ല ഇപ്പോൾ വാസ്തവത്തിൽ. എല്ലാ രംഗത്തും പെൺകുട്ടികൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വിദ്യാഭ്യാസ രംഗത്ത് വലുതായിട്ട് അവർ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ എല്ലാ അർത്ഥത്തിലും സെൽഫ് സഫിഷ്യൻ്റാണ്. അവർക്ക് സ്വയം നിയന്ത്രണ ശക്തി വേണ്ടത്രയുണ്ട്. സ്വയം നിയന്ത്രണ ശേഷി. വിസ്മയ മോഹൻലാലിനല്ല, വിസ്മയയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. നമസ്കാരം.